all, welcome to Study with PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2022 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ സി, മലയാളം മിഷൻ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത്. ഓപ്ഷൻ ഡി, എസ് ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. ഓപ്ഷൻ ബി, 1951. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം കേട്ടോ. ആദ്യ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ വരും, 1950 ആണോ എന്ന്. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ എന്താ, ഒന്നാമത്തെ നോർക്കുക. ആദ്യം എന്ന് പറയുമ്പോൾ ഒന്നും നോർക്കുക. അപ്പോൾ ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951. ആദ്യം അതൊന്നും നോർത്താൽ മതിയേ. അപ്പോൾ ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ എ, ആരോഗ്യ സേതു. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ, തൃശ്ശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. ഓപ്ഷൻ സി, ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി, 1 and 3. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഓപ്ഷൻ സി, പത്തനംതിട്ട. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഓർത്തു വെച്ചോണം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. എപ്പോഴും ബേസ് ചോദിക്കാറുള്ള ചോദ്യം. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഓപ്ഷൻ സി, ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി, 1, 2 and 3. സൗരോർജം, ജൈവവാതകവും സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ തീർന്നു പോകാത്തവയാണ് കേട്ടോ. ഒരിക്കലും അത് തീർന്നു പോകത്തില്ല. അങ്ങനെയുള്ളതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരവും കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷനിൽ നിന്ന് വലിയ ഡൗട്ട് വരത്തില്ല. അതായത് തീർന്നു പോകത്തില്ല. അങ്ങനത്തെ ആണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. നോക്കിക്കേ, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ജൈവവാതകം, ഇതൊന്നും തീർന്നു പോകത്തില്ലല്ലോ. എപ്പോഴും പ്രകൃതിയിൽ സുലഭമായിട്ടുള്ളതല്ലേ. അപ്പോൾ അതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ. ഓക്കെ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽരാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, 1, 2, 3 and 4. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽരാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി.
ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. അത് ഓർത്ത് വെച്ചോണേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. മൗണ്ട് K2വിൻ്റെ വേറൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അതും കൂടി ഓർത്ത് വെച്ചോണം. മൗണ്ട് K2വിൻ്റെ വേറൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്റ്റീൽ പ്ലാന്റ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്റ്റീൽ പ്ലാന്റ് ആണ് ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്റ്റീൽ പ്ലാന്റും ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഓപ്ഷൻ എ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്, അതായത് വടക്കാന്ന്. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. നോർത്ത് എന്ന് വെച്ചാൽ വടക്ക്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഓപ്ഷൻ ബി NH44. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44. ഏകദേശം അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വരും കേട്ടോ. NH44 എന്ന് പറയുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉണ്ട്. മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. മുംബൈയെ മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 1955. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 17 അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം ആർട്ടിക്കിൾ 17. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി 6. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 തരം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 42ാം ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെ. 42ാം ഭേദഗതി നടന്നിരിക്കുന്നത് 1976. അതും കൂടി ഓർത്ത് വയ്ക്കുക. 42ാം ഭേദഗതി നടന്നിരിക്കുന്നത് 1976. ചില പരീക്ഷയ്ക്കുണ്ടല്ലോ ഈ വർഷവും കൂടെ ചേർത്തായിരിക്കും ഈ ഭേദഗതി തരുന്നത്. അപ്പം ഈ വർഷവും കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പം എന്താണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1976 42ാം ഭേദഗതിയിലൂടെ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്?
ഓപ്ഷൻ ബി 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ദേശീയ ഗാനം അത് ജനഗണമനയാണ്. ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഓപ്ഷൻ ബി 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഓർത്തു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതും കൂടി ഓർത്തു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇവിടെ എന്തെല്ലാം ഓർത്തു വെക്കണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന? ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരംഗ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെൻ. ഓക്കെ, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെൻ. ഓക്കെ, ബ്രഹ്മസമാജവും ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യയും തമ്മിൽ മാറിപ്പോണ്ട കേട്ടോ. ഓക്കെ, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചേരുംപടിയിലുള്ള ഈ 4 സെപ്പറേറ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942 ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നിരിക്കുന്നത് 1942 ഇവിടെ എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നിരിക്കുന്നത് 1942 ഇതെല്ലാം PSCയുടെ 10th ലെവൽ എക്സാമിൻ്റെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സാന്താൾ കലാപം നടന്ന വർഷം? ഓപ്ഷൻ ബി 1855, 1856.
സാന്താൾ കലാപം നടന്ന വർഷം 1855 മുതൽ 1856 വരെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ സി ബംഗാള്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാള്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 9, 1942. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഓപ്ഷൻ എ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. അതും കൂടി ഓർത്തു വയ്ക്കുക. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഫസൽ അലി കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഓർത്തു വയ്ക്കുക, ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഓപ്ഷൻ ഡി ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. ഓപ്ഷൻ സി മറയൂർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഓപ്ഷൻ ബി മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക്
നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേലുത്തമ്പി കലാപം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കയ്യൂർ ലഹള, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടുന്നവ: കയ്യൂർ ലഹള, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മലബാർ കലാപം. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം PSC എപ്പോഴും ചോദിക്കാറുണ്ട്. 1921. മലബാർ കലാപം നടന്ന വർഷം 1921. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് നിജാനന്ദ വിലാസമാണ്. അതായത് ഈ തന്നിരിക്കുന്ന കൃതികളിൽ നിജാനന്ദ വിലാസം എഴുതിയിരിക്കുന്നത് ചട്ടമ്പി സ്വാമിയാണ്. ബാക്കി 3 അതായത് ദൈവദശകം, ദർശനമാല, ശിവശതകം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഓർത്ത് വയ്ക്കുക, ദൈവദശകം, ദർശനമാല, ശിവശതകം ഇത് 3 ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ശ്രീനാരായണ ഗുരു. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ഓക്കെ, അപ്പോൾ ഇനി തെറ്റിക്കരുത്, കാരണം ഇതൊക്കെ സെപ്പറേറ്റും ചോദിക്കാം. ദൈവദശകം എഴുതിയതാരാണ്? ദർശനമാല ആരുടെ കൃതിയാണ്? ശിവശതകം ആരുടെ കൃതിയാണെന്നൊക്കെ ചോദിക്കാം. അതുപോലെ നിജാനന്ദ വിലാസം ആരുടെ കൃതിയാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ദൈവദശകം, ദർശനമാല, ശിവശതകം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഓപ്ഷൻ ബി തൃശ്ശൂർ 1936. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? 1936 തൃശ്ശൂരിൽ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഓപ്ഷൻ ഡി സവർണജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. സവർണജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഓപ്ഷൻ എ വൃക്കകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം.
ശരിയായ പ്രസ്താവനകൾ: ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഓപ്ഷൻ ഡി, ജീവകം ഡി. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡിയുടെ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഓപ്ഷൻ ബി, നിപ, എയ്ഡ്സ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപയും എയ്ഡ്സും. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ഓപ്ഷൻ ബി, ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, നൈട്രജൻ. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? നൈട്രജൻ. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിന്, ക്ലോറോഫ്ലൂറോ കാർബൺ. അതും കൂടി ഓർത്ത് വെക്കുക. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിന്, ക്ലോറോഫ്ലൂറോ കാർബൺ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? ഓപ്ഷൻ ഡി, സസ്യപരിപാലനം. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ഓപ്ഷൻ സി, പെട്രോള്. പെട്രോള് ഭൂമിക്കടിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ചുവടെ ഉള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? പെട്രോള്. പെട്രോള് ഭൂമിക്കടിയിൽ നിന്നാണ് ലഭിക്കുന്നത് കേട്ടോ. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഓപ്ഷൻ ബി, പ്രിയങ്ക. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ, കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, 4 മാത്രം. തെറ്റായ പ്രസ്താവന: ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതാണ് തെറ്റായ പ്രസ്താവനയെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതെങ്ങനെ കറക്റ്റ് ചെയ്ത് പറയാം? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോടോപ്പുകളാണ്. ഐസോബാറുകളല്ല, ഐസോടോപ്പുകളാണ്. ഐസോടോപ്പുകൾ. ഒന്നുകൂടി പറയാം. ഈ തന്നിരിക്കുന്ന 4ാമത്തെ പ്രസ്താവന വരേണ്ടത് ഐസോബാർ അല്ല, ഐസോടോപ്പുകളാണ്. അതായത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോടോപ്പുകളാണ്. ഇനി ഐസോബാറുകൾ എന്ന് വെച്ചാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകളെ. ഇതങ്ങ് തിരിഞ്ഞു വരും. അതായത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കാം. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, 4 മാത്രം. തെറ്റായ പ്രസ്താവന: ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്: ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ.
ഇതിങ്ങനെയല്ല വരേണ്ടത്. ഇത് ഐസോടോപ്പുകളായിരുന്നു കേട്ടോ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോടോപ്പുകളാണ്. ഐസോബാറുകൾ എന്ന് വെച്ചാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒന്നുകൂടെ പറയാം, അതായത് ഇതങ്ങ് തിരിഞ്ഞു വരും. അതായത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓക്കെ, ഐസോബാറും ഐസോടോപ്പും തമ്മിൽ തെറ്റിപ്പോകരുതേ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോണം. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ 1, 2, 3. അപ്പോൾ ശരിയായ പ്രസ്താവനകളും കൂടെ പഠിച്ചു വെക്കണം. ശരിയായ പ്രസ്താവനകൾ: ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം: ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? പ്ലവന പ്രക്രിയ. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? ഓപ്ഷൻ എ 4. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം: ഓപ്ഷൻ ബി 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു: ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്തുമാറ്റം സംഭവിക്കും? ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്തുമാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാകും. ഒരു വസ്തു ഭൂമിയിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഓപ്ഷൻ സി ഭാരം. ഒരു വസ്തു ഭൂമിയിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓപ്ഷൻ എ ഓറഞ്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച്. അതായത് ആ വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് കോഡ് നിങ്ങൾക്ക് അറിയത്തില്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും കുറവ് തരംഗദൈർഘ്യമുള്ളത് വയലറ്റിനാണ്, ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളത് റെഡിനാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓറഞ്ച് വരും. ഒന്നുകൂടി പറയാമേ, വിബ്ജിയോർ അതായത് സൂര്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ, അതാണ് നമ്മുടെ വിബ്ജിയോർ. മഴവില്ലിലുള്ള ഏത് 7 വർണ്ണങ്ങൾ? വിബ്ജിയോർ. വിബ്ജിയോർ. ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റാണ്, ഏറ്റവും കൂടിയത് റെഡാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഇവിടെ ഓറഞ്ച്, നീല, പച്ച, വയലറ്റ് അല്ലേ? അപ്പോൾ ഇതിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഏതാ? ഓറഞ്ചിന് വരും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ഓറഞ്ചാണ്. ഓക്കെ, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് ഓപ്ഷൻ ബി കെൽവിൻ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റഡി വിൻ PSയുടെ ടെലഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓപ്ഷൻ എ ഓറഞ്ച്. ഈ തന്നിരിക്കുന്നതിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ഓറഞ്ചിനാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ചിന്. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം.
ഈ റെയിൻബോയിലെ കളേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, കളേഴ്സ് ഓർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ടല്ലോ, അതായത് എന്താ മഴവില്ലിലെ നിറങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് വിബ്ജിയോർ. അത് തന്നെയാണ് സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളും ഇത് തന്നെയാണ് കേട്ടോ, വിബ്ജിയോറിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, റെയിൻബോയിലെ കളേഴ്സ് സ്കൂളിലൊക്കെ പഠിക്കുന്നതാണല്ലോ. വിബ്ജിയോർ അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് സൂര്യപ്രകാശത്തിലെ 7 ഘടകവർണ്ണങ്ങൾ അല്ലെങ്കിൽ മഴവില്ലിലെ നിറങ്ങൾ, റെയിൻബോയിലെ നിറങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ വിബ്ജിയോർ കോഡ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ വിബ്ജിയോറിലെ വയലറ്റിനാണ് ഏറ്റവും തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത്, വയലറ്റിനാണ് ഏറ്റവും കൂടുതലുള്ളത് റെഡിനാണ്. വിബ്ജിയോർ എന്നുള്ള കോഡ് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ വയലറ്റിന് ഏറ്റവും കുറവ് തരംഗദൈർഘ്യവും ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളത് റെഡിനുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് ഓറഞ്ച്, നീല, പച്ച, വയലറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കൂടിയത് ഓറഞ്ചാണ്. റെഡിൻ്റെ തൊട്ടുപുറകിലുള്ള ഓറഞ്ചിനാണ്. ഓക്കെ, വിബ്ജിയോർ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏതിനാണ്? വയലറ്റിന്, ഏറ്റവും കൂടുതൽ റെഡിനാണ്. അപ്പോൾ വയലറ്റിനാണ് ഏറ്റവും കുറവ്, പിന്നെ കൂടുതൽ വരുന്നത് ഇൻഡിഗോ ആണ്, അത് കഴിഞ്ഞ് ബ്ലൂ വരും, പിന്നെ ഗ്രീൻ വരും, പിന്നെ യെല്ലോ വരും, പിന്നെ ഓറഞ്ച് വരും, പിന്നെ റെഡ് വരും. ഓക്കെ, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് ഓപ്ഷൻ ബി കെൽവിൻ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതിപ്പം 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൽ 6ാമത്തെ ചോദ്യപേപ്പർ ആയിരുന്നു ഇത്. 5 ചോദ്യപേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിതെല്ലാം പഠിക്കുക കേട്ടോ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റഡി വിൻ PSയുടെ ടെലഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം മാർക്ക് ചെയ്ത PDF അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.